ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. ഇന്നത്തെ സെഷനിൽ PF മീറ്റേഴ്സിൽ നിന്നുള്ള MCQs ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ എ സിംഗിൾ ഫേസ് പവർ ഫാക്ടർ മീറ്റർ ദ കൺട്രോളിംഗ് ടോർക്ക് ഓപ്ഷൻ എ പ്രൊവൈഡഡ് ബൈ സ്പ്രിംഗ് കൺട്രോൾ, ഓപ്ഷൻ ബി പ്രൊവൈഡഡ് ബൈ ഗ്രാവിറ്റി കൺട്രോൾ, ഓപ്ഷൻ സി പ്രൊവൈഡഡ് ബൈ സ്റ്റിഫ്നെസ് ഓഫ് സസ്പെൻഷൻ ആൻഡ് ഓപ്ഷൻ ഡി നോട്ട് റിക്വയർഡ്. ഇപ്പോൾ ഒരു സിംഗിൾ ഫേസ് പവർ ഫാക്ടർ മീറ്ററിൽ കൺട്രോളിംഗ് ടോർക്കിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സിംഗിൾ ഫേസ് PF മീറ്ററിലെ കൺട്രോളിംഗ് ടോർക്ക് എങ്ങനെയാണ്? കൺട്രോളിംഗ് ടോർക്ക് ഇവിടെ ഇല്ല അല്ലേ, കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, കൺട്രോളിംഗ് ടോർക്ക് ഈസ് നോട്ട് റിക്വയർഡ്. ഇവിടെ മൂവിങ് കോയിൽസ് രണ്ട് പ്രഷർ കോയിൽസ് ഉണ്ട്, അത് രണ്ടുമാണ് മൂവ് ചെയ്യുന്നത്. ഈ പ്രഷർ കോയിൽസിനെ 90 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രഷർ കോയിൽസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് തന്നെ പോയിന്ററിനെ അവിടെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ കൺട്രോളിംഗ് ടോർക്ക് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ എ പവർ ഫാക്ടർ മീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോഡൈനാമിക് ടൈപ്പ് പവർ ഫാക്ടർ മീറ്റേഴ്സ്? Options are option A, the scale is not extended over 360 degree. Option B, they have high torque to weight ratio. Option C, small working forces. Option D, calibration of electrodynamometer type instruments is affected by change in supply voltage frequency. ഇപ്പോൾ ഇലക്ട്രോഡൈനാമിക് ടൈപ്പ് PF മീറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇലക്ട്രോഡൈനാമിക് ടൈപ്പ് പവർ ഫാക്ടർ മീറ്റേഴ്സിൻ്റെ കേസിൽ കറക്റ്റാണ്. ഇതിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ദേ ഹാവ് ഹൈ ടോർക്ക് ടു വെയ്റ്റ് റേഷ്യോ. അതാണ് ഇലക്ട്രോഡൈനാമിക് ടൈപ്പ് പവർ ഫാക്ടർ മീറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ എ സിംഗിൾ ഫേസ് പവർ ഫാക്ടർ മീറ്റർ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറൻസ് ഇൻ ദ ടു പ്രഷർ കോയിൽസ് ഈസ്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ എക്സാക്ട്ലി 0 degree, option B approximately 0 degree, option C exactly 90 degree and option D approximately 90 degree. ഒരു സിംഗിൾ ഫേസ് പവർ ഫാക്ടർ മീറ്ററിൽ 2 പ്രഷർ കോയിൽസ് ആണ് ഉള്ളത്. അതിലെ ഒന്ന് ഇൻഡക്റ്റീവ് സർക്യൂട്ടും മറ്റേത് നോൺ ഇൻഡക്റ്റീവ് സർക്യൂട്ടുമാണ് ഫോം ചെയ്യുന്നത്. അതായത് പ്രഷർ കോയിൽസിനെ രണ്ടിനെയും സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് വഴിയാണ് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് ദ അതർ പ്രഷർ കോയിൽ ഈസ് കണക്റ്റഡ് ത്രൂ റെസിസ്റ്റൻസ്. അവിടെ ഇൻഡക്റ്റൻസ് ഇല്ല, നോൺ ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വഴി കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രഷർ കോയിലിലെ കറണ്ട് വിൽ ബി ഇൻ ഫേസ് വിത്ത് സപ്ലൈ. പക്ഷേ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് 90 ഡിഗ്രി ലാഗിങ് ആയിരിക്കും. സോ എത്രയാണ് പ്രഷർ കോയിൽസിലെ കറണ്ട് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്? ദാറ്റ് വിൽ ബി എക്സാക്ട്ലി 90 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question number 4. In a dynamometer 3-phase power factor meter, the planes of 2 moving coils are at? Options are option A 0 degree, option B 60 degree, option C 90 degree and option D 120 degree. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡൈനാമോമീറ്റർ 3-phase പവർ ഫാക്ടർ മീറ്ററിലെ മൂവിങ് കോയിൽസ്, അതായത് പ്രഷർ കോയിൽസ് തമ്മിലുള്ള ആംഗിളാണ്. നമുക്കറിയാം സിംഗിൾ ഫേസ് ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്ററിൽ മൂവിങ് കോയിൽസ് തമ്മിൽ 90 ഡിഗ്രിയാണ് ഉള്ളത്. 3 ഫേസ് വരുമ്പോഴോ 3 ഫേസ് പവർ ഫാക്ടർ മീറ്ററിലെ മൂവിങ് കോയിൽസ് തമ്മിൽ 120 ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഉള്ളത്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, 120 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇറ്റ് ഈസ് റിക്വയർഡ് ടു മെഷർ ദ പവർ ഫാക്ടർ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ലോഡ്. നോ പവർ ഫാക്ടർ മീറ്റർ ഈസ് അവൈലബിൾ. The following combination is used to determine PF. Options are option A wattmeter, option B a voltmeter and ammeter, option C a voltmeter, ammeter and wattmeter, option D a kilowatt hour meter. അപ്പോൾ നമുക്ക് പവർ ഫാക്ടർ ആണ് മെഷർ ചെയ്യേണ്ടത്. യൂഷ്വലി ഡയറക്റ്റ് പവർ ഫാക്ടർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പവർ ഫാക്ടർ മീറ്റർ ആണ്. പക്ഷേ ഇവിടെ പവർ ഫാക്ടർ മീറ്റർ അവൈലബിൾ അല്ല എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്താലാണ് പവർ ഫാക്ടർ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്? നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? വാട്ട് മീറ്റർ. വാട്ട് മീറ്റർ എന്താ മെഷർ ചെയ്യുന്നത്? വാട്ട് മീറ്റർ മെഷേഴ്സ് ദ വാല്യൂ ഓഫ് പവർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റില്ല, പവർ മാത്രമേ അത് തരുന്നുള്ളൂ. നെക്സ്റ്റ് ഓപ്ഷൻ വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ. വോൾട്ട് മീറ്റർ മെഷേഴ്സ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് അമ്മീറ്റർ മെഷേഴ്സ് ദ വാല്യൂ ഓഫ് കറണ്ട്.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വോൾട്ടേജും കറണ്ടും കിട്ടും. പക്ഷേ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പം നമുക്ക് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് അറിഞ്ഞാലേ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് കോമ്പിനേഷൻ ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. അടുത്തത് എന്താണ്? വോൾട്ട് മീറ്റർ, അമ്മീറ്റർ ആൻഡ് വാട്ട് മീറ്റർ. സോ വാട്ട് മീറ്റർ മെഷേഴ്സ് ദ വാല്യൂ ഓഫ് പവർ, ആക്റ്റീവ് പവർ. അതായത് P ഈസ് ഈക്വൽ ടു VI cos phi. VI cos phi. ഇതാണ് നമുക്ക് വാട്ട് മീറ്ററിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് വോൾട്ട് മീറ്ററിൽ നിന്ന് നമുക്ക് വിയുടെ വാല്യൂ കിട്ടും. അമ്മീറ്റർ കറണ്ട് ഐയുടെ വാല്യൂ മെഷർ ചെയ്യും. സോ നമുക്ക് പവർ ബൈ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് പവർ ഫാക്ടർ cos phi. So here the answer is option C, voltmeter, ammeter and wattmeter. ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Question number 6. Single phase dynamometer type power factor meter is calibrated at a frequency which is option A greater or equal to the supply frequency, option B equal to the supply frequency, option C less than the supply frequency and option D greater than the supply frequency. ഇപ്പോൾ സിംഗിൾ ഫേസ് ഡൈനാമോമീറ്റർ ടൈപ്പ് പവർ ഫാക്ടർ മീറ്റർ. അപ്പോൾ പവർ ഫാക്ടർ മീറ്റർ മെഷർ ചെയ്യുന്നത് എന്താണ്? പവർ ഫാക്ടർ, ദാറ്റ് ഈസ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് അല്ലേ. അപ്പോൾ ഈ വോൾട്ടേജും കറണ്ടും ഫ്രീക്വൻസി അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പവർ ഫാക്ടർ മീറ്ററും സെയിം സപ്ലൈ ഫ്രീക്വൻസിയുടെ സെയിം ഫ്രീക്വൻസിയിലാണ് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ഓർഡർ ടു ഗെറ്റ് ആക്യുറേറ്റ് മെഷർമെൻറ്റ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഈക്വൽ ടു ദ സപ്ലൈ ഫ്രീക്വൻസി. Question number 7. How many control springs are provided in power factor meter? Option A 0, option B 1, option C 2 and option D 3. പവർ ഫാക്ടർ മീറ്ററിൽ എത്ര കൺട്രോൾ സ്പ്രിങ്സ് ഉണ്ട്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. പവർ ഫാക്ടർ മീറ്ററിൽ കൺട്രോളിങ് ടോർക്ക് ആവശ്യമില്ല, അവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമേ ഉള്ളൂ. പ്രഷർ കോയിൽസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് ഇവിടെ പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 0. കൺട്രോൾ സ്പ്രിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ആൻസർ ഈസ് 0. Question number 8. For measurement of which of the following is a low power factor wattmeter not suitable? Option A measurement of power inductive loads, option B open circuit test on single phase transformer, option C load test on induction motor and option D measurement of power in resistive loads. So low power factor wattmeter LPF wattmeter എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലോ പവർ ഫാക്ടർ ഉള്ള സർക്യൂട്ട്സിൽ പവർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ വാട്ട് മീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോ പവർ ഫാക്ടർ ഉള്ള സർക്യൂട്ട്സിൽ പവർ മെഷർമെൻറ്റിൽ എറേഴ്സ് ഉണ്ടാവും. സോ അക്യുറേറ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലോ പവർ ഫാക്ടർ സർക്യൂട്ട്സിൽ നമ്മൾ LPF വാട്ട് മീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോ പവർ ഫാക്ടർ വരുന്ന മെയിനായിട്ടും ഇൻഡക്റ്റീവ് ലോഡ്സ് ഉള്ള സർക്യൂട്ട്സിലാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫസ്റ്റ് വൺ മെഷർമെൻറ്റ് ഓഫ് പവർ ഇൻഡക്റ്റീവ് ലോഡ്സ്, അവിടെ ലോ പവർ ഫാക്ടറാണ്, ലോ ലാഗിങ് പവർ ഫാക്ടറാണ് വരുന്നത്. സോ വി യൂസ് LPF വാട്ട് മീറ്റർ. അടുത്തതിലോ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ അല്ലേ, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഓൺ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, അവിടെയും ലോ പവർ ഫാക്ടറാണ്. ഓപ്ഷൻ സിയിൽ വരുന്നത് ലോ ടെസ്റ്റ് ഓൺ ഇൻഡക്ഷൻ മോട്ടോർ, എഗെയിൻ ലോ പവർ ഫാക്ടർ വരുന്ന ഒരു സർക്യൂട്ടാണ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ് ഓഫ് പവർ ഇൻ റെസിസ്റ്റീവ് ലോഡ്സ്. റെസിസ്റ്റീവ് ലോഡ്സിൽ എങ്ങനെയാണ്? റെസിസ്റ്റീവ് ലോഡ്സിന് ഹൈ പവർ ഫാക്ടറാണ്. സോ നമുക്ക് LPF വാട്ട് മീറ്റർ അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി മെഷർമെൻറ്റ് ഓഫ് പവർ ഇൻ റെസിസ്റ്റീവ് ലോഡ്സ്. LPF വാട്ട് മീറ്റർ ഈസ് നോട്ട് suitable in circuits with resistive loads. Thank you.